നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവായാലോ ഇന്ന്. അതിനായിട്ട് ഞാനിതാ എല്ലാവരും സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാ പച്ചക്കറികളും കടുക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് ഒക്കെ പൊട്ടിച്ച ശേഷം പച്ചക്കറികളും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അല്പം പൊടികൾ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഉപ്പുമാവാണ് കേട്ടോ ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കളറിന് വേണ്ടി കാശ്മീരി മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് വാംഗിബാത്തിൻ്റെ പൗഡറാണ് കേട്ടോ. 1 ടീസ്പൂണാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കടകളിലൊക്കെ നമുക്കത് വാങ്ങാനായിട്ട് കിട്ടും. അതില്ലെങ്കിൽ ഒരല്പം സാമ്പാർ പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഇത് നന്നായിട്ട് വഴന്ന ശേഷം നമുക്ക് റവയ്ക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് റവയ്ക്ക് 2.25 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോഴാണത് കറക്റ്റായിട്ട് നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവായിട്ട് നമുക്ക് കിട്ടുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയ ശേഷം ചേർക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോഴാണ് നമുക്കതിലേക്ക് റവ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ ഇതാ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ വെട്ടി തിളച്ച് കിടക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല കട്ട കെട്ടാതെ ഇതുപോലെ പതുക്കെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇളക്കിയും കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്ന കാരണം ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെയാണ് ഞാനിത് ഇളക്കുന്നത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. കണ്ടപ്പോൾ റവയും വെള്ളവും കൂടിയിട്ട് ഏകദേശം ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് തിളപ്പിച്ച് പറഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വറ്റുകയും ചെയ്യും, റവ അധികം വേവില്ല കേട്ടോ, കട്ട പിടിക്കുകയും ചെയ്യും. ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം ഇതുപോലെ പതുക്കെ ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് മല്ലിയിലേൻ്റെ സ്മെല്ല് വളരെ ഇഷ്ടമാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. അതിന് ശേഷം എന്താ ഒരു മുറി നാരങ്ങ നീര് കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചൂടിൽ തന്നെ അത് വെന്തോളും കേട്ടോ. ഇനി നമുക്കതിനെ മൂടി വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. സ്റ്റവ് നേരത്തെ തന്നെ ഓഫാക്കി ഇട്ടിട്ടുണ്ട്. 5 മിനിറ്റിന് ശേഷം നമ്മളുടെ റവയെല്ലാം ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം ഒന്നും കുഴഞ്ഞു പോവാതെ അതുപോലെ ഡ്രൈ ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ. അത് ബെൻസി റവ വെച്ചിട്ടാണ് ഞാനത് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് സൂചി റവ വെച്ചിട്ടും ഈ ഒരു ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളുടെ ഹെൽത്തി ഉപ്പുമാവ് റെഡി. ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കുകയാണെങ്കിൽ കുറേ നേരത്തിന് തന്നെ അതിൻ്റെ ചൂടാറാതെ തന്നെ നിലനിൽക്കും കേട്ടോ. ഇനി നമുക്കതിനെ അടച്ചു വയ്ക്കാം. ഉപ്പുമാവ് കഴിച്ചാലോ. ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും പിന്നെ ചായയാണ് കേട്ടോ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.